ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? എന്തായാലും ഇതൊരു ആംഗ്യം കൊണ്ടുള്ള കളിയായിരിക്കും കേട്ടോ ഗൈസ്, കാരണം ഇരിക്കുന്നത് എക്സ്റ്റേണലിലാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ എക്സ്റ്റേണൽ റീഡിംഗ് റൂം. ഇവിടെ നിന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ തകർത്ത് വെച്ചിട്ട് ഒരു അസൈൻമെൻറ്റ് എഴുതുകയാണ്. ഇത് സ്നേഹയാണ് കേട്ടോ. സ്നേഹയുടെ നോക്കിയിട്ട് എഴുതാൻ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ സ്നേഹയുടെ അസൈൻമെൻറ്റ് മേടിച്ചിട്ട് ഞാൻ എഴുതുവാണ്. എല്ലാവരും ഫോണിൽ നോക്കിയാണ് എഴുതുന്നത്. നമുക്കന്നേരം ഞാൻ സ്നേഹയുടെ മേടിച്ചെന്ന് പറയുമ്പോൾ ഇത്തിരി കൂടെ സ്പീഡായിട്ട് എഴുതാമല്ലോ. ഫോണിൽ നോക്കി എഴുതുന്നതിനെക്കാട്ടിൽ ഇത്തിരി കൂടെ സ്പീഡായിട്ട് എഴുതാമല്ലോ എന്ന് വിചാരിച്ച് അവളുടെ നോക്കി അതുപോലെ അങ്ങ് സ്പഷ്ടമായിട്ട് കോപ്പി അടിക്കാമെന്ന് തീരുമാനിച്ച്. പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ പോയതുകൊണ്ട് എവിടെ നിന്ന് എഴുതി തുടങ്ങിയെന്ന് ഞാനങ്ങ് മറന്നുപോയി. പിന്നെ കുറച്ച് നേരം എടുത്ത് ഗൈസ് അതൊന്ന് തപ്പിപ്പിടിക്കാൻ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അങ്ങോട്ട് എഴുതാൻ ശരിക്കും ചൂട് കാരണം കോട്ട കഴിച്ച് വെച്ചേക്കായിരുന്നു. ഇനി അതുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തിയിട്ട് വേണം അതൊന്ന് ഇടാൻ. ാണ് കേട്ടോ പ്രസൻറ്റേഷൻ. അത് കാരണമാണ് ഞാൻ ലാപ്ടോപ്പൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെയും കൂടി എടുക്കുന്നത് എൻ്റെ ഒരു ഹോബിയാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിൽ ഹിഡൻ ക്യാമറ വെച്ചതുപോലെയാണ് ഞാനെന്നാണ് ഇവളുമാർ പറയുന്നത്. ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ചോറാണ് എടുത്തത്. ഇത് ആര്യമോളുടെ പ്ലേറ്റ് ആണ് കേട്ടോ.
എങ്കിലും ഉറങ്ങിയതല്ല ഗൈസ്, കഷ്ടപ്പെട്ടിരുന്ന് വരയ്ക്കുമായിരുന്നു. ഇപ്പം തീരും എന്ന് ഞാൻ വിചാരിച്ച്. അങ്ങനെ 3 മണിയായി, 3:30 കറക്റ്റ് 4 മണി ആയപ്പോഴാട്ടോ തീർന്നത്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല രീതിയിൽ എഴുതാനും വരയ്ക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെയോ എഴുതി വരച്ചൊക്കെ തീർത്ത് ഗൈസ്. ഇതാണ് ഇത്ര ഉണ്ടായിരുന്നു: മാൻഡിബിള്, സാക്രം, പെൽവിസ്, ഫിംഗർ പ്രിൻറ്റ്സ്. പിന്നെ ഇത് ബുള്ളറ്റിൻ്റെ പടമാണ് കേട്ടോ. ഇതോടുകൂടി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ സമാധാനമായി. കറക്റ്റ് 4 മണിയായി കഴിഞ്ഞ്. പിന്നെ നമ്മൾ റെക്കോർഡ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മിണിത്തങ്കത്തോ അവിടെ നിന്ന് നിരങ്ങി നടന്ന് വരുന്നേ ഉള്ളൂ. അവളുടെ റെക്കോർഡും കൂടെ എന്തായി തന്നിട്ട് നിരങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഹോസ്റ്റലിലോട്ട് പോവുകയാണേ ഗൈസ്. ഇന്ന് കുന്നുകര വരെ എത്തി കേട്ടോ ഗൈസ്. അവിടെ ഞങ്ങൾ എപ്പോഴും ബജി മേടിക്കുന്നൊരു കടയുണ്ടായിരുന്നു. പക്ഷെ അവിടെ ജീപ്പേ ഇല്ല. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ, കാരണം നമ്മൾ വരാമെന്ന് വിചാരിച്ച് വന്നതല്ലല്ലോ. അങ്ങനെ പിന്നെ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു 20 രൂപയുടെ സാധനം മേടിച്ചിട്ട് നമ്മൾ 100 രൂപ ജീപ്പ് ചെയ്തിട്ട് 80 രൂപ മേടിച്ച് ഗൈസ്. ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ശരിക്കും കോമഡി ആയിരുന്നു ഗൈസ്. പിന്നെ നല്ല ബജിയായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തിളച്ച എണ്ണയിൽ നിന്ന് അതുപോലെ കോരി ഇങ്ങിട്ട് വന്നു ഗൈസ്. ആക്രാന്തം കയറിയിട്ട് എടുത്ത് കടിച്ചിട്ട് എവിടേക്കോ പുള്ളി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിയാടാ, ടാറ്റാ.